സർ, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അമേരിക്കയിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ജെഫ്രി സാക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതേസമയം അദ്ദേഹം ഇന്ത്യയും ചൈനയും ഒക്കെ പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്താണ് സർ ഈ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ട്രംപിൻ്റെ നയം വൈകല്യം നിറഞ്ഞതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യങ്ങൾ? അപ്പോൾ ലോകത്തിന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുകയാണ് ട്രംപിൻ്റെ വികലമായ നയങ്ങളാണ്. ട്രംപിൻ്റെ രണ്ടാം വരവിൽ ലോകമല്ല എന്തോ പ്രതീക്ഷിച്ചിരുന്നത്. അതെ അതെ അതെ, അത് മുഴുവന് അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു, ഒരു പരിഹാസ്യമായി മാറി. അതെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ജെഫ്രി സാക്സ് അല്ല, അദ്ദേഹം പറഞ്ഞ മിക്കി മൗസ് കാർട്ടൂൺ കഥാപാത്രം അത് ഇതിനേക്കാൾ ഭേദമാണ് എന്നുള്ളത്. അദ്ദേഹം ചില പോയിന്റുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ജെഫ്രി സാക്സ്. അത് നമ്മുടെ ഉൽപാദന ചെലവ് വളരെ കൂടി അല്ലേ, അതിന് തക്കതായിട്ടുള്ള ഗുണം ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ കടത്തിലേക്ക് പോയി. ഞാൻ എൻ്റെ വരുമാനം അറിഞ്ഞും അനുസരിച്ചുമല്ലേ ജീവിക്കേണ്ടത്. അതെ, അതിന് കടക്കാരനെ പോയി കുറ്റം പറയണോ? അയാൾ എന്നെ ചതിച്ചതാണ് അല്ല, അത് ശരിയായ കാര്യമല്ലല്ലോ. അങ്ങനല്ലല്ലോ പറയേണ്ടത്. ഞാൻ പോയി കടയിൽ പോയി എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. ഒരു ഉപഭോഗ സംസ്കാരമുണ്ട് എല്ലാവർക്കും. അങ്ങനെ വാങ്ങിക്കൂട്ടി കഴിഞ്ഞാൽ ഞാൻ കടക്കാരനായി മാറും. ആവശ്യത്തിന് വാങ്ങണം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വരുമാനം ഈ മാസം കുറവാണ്. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങണം. പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. ഈ പണം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ മാനേജ്മെന്റ് ആണ് കേട്ടോ. അതെ, അത് ഒരു മാസം 1000 രൂപ കിട്ടുന്നവനായാലും 1 ലക്ഷം രൂപ കിട്ടുന്നവനായാലും 1 കോടി കിട്ടുന്നവനായാലും അത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവിടെ ആണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് അടിപതറിയിരിക്കുന്നത്. നമുക്ക് വിചാരിക്കും അമേരിക്കയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് ട്രംപിന്റെ നയത്തിൽ പറ്റിയ കുഴപ്പം. എന്നിട്ട് ചൈനയുടെയും ഇന്ത്യയുടെയും മെക്കിട്ട് കയറാൻ വന്നിരിക്കുകയാണ്. സർ, ഈ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ സർ, കടം വാങ്ങിച്ച് കള്ളു കുടിക്കുക. അതെ അതെ, ഏതാണ്ട് അങ്ങനെ. അതായത് നമ്മുടെ ഉൽപാദനത്തെക്കാൾ കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നു. അതൊരു വ്യാപാര കമ്മിയിലേക്ക് നയിക്കുന്നു. ഈ ജെഫ്രി സാക്സിന്റെ ഒരു പഠനം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഈ മിക്കി മൗസ് എന്ന് പറഞ്ഞ് മിക്കി മൗസ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഭേദമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ വ്യാപാര കമ്മിയാണ് ട്രംപിനെ കൊണ്ട് ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ വ്യാപാര കമ്മിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിൽ ട്രംപിന് പാളിച്ച പറ്റിയെന്നാണ് ജെഫ്രി സാക്സ് പറയുന്നത്. ഈ തരത്തിൽ ഉൽപാദനത്തെക്കാൾ കൂടുതൽ പണം അമേരിക്കക്കാർ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ഇതിലുള്ള കാരണമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു അമേരിക്ക ഈ പോക്ക് പോയാൽ വളരെ കൂപ്പുകുത്തുന്ന അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വലിയ കടത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ജെഫ്രി സാക്സിനെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇത്തരം ഈ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കയിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്, ഈ അതിസമ്പന്നർക്ക് നികുതി വെട്ടിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനം പഴുതുണ്ട്. അത് ഈ രാഷ്ട്രീയക്കാർ അതിനു വേണ്ടുന്നൊരു സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് എന്ന ഒരു ആക്ഷേപം വളരെ ശക്തമാണ്. അതും ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരാളല്ല, പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വലിയ തോതിൽ സമ്പന്നരായ ആൾക്കാർ നികുതി വെട്ടിക്കുന്നു അമേരിക്കയിൽ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സാർ, ഈ വ്യാപാര യുദ്ധത്തിൻ്റെ കാര്യം സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചൈനയോടും ഇന്ത്യയോടും ഇങ്ങനെ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അത് ചൈനയ്ക്കായിരിക്കും വിജയം. അമേരിക്കയ്ക്ക് അവിടെ പരാജയപ്പെടും. ഇന്ത്യക്കും അതുപോലെ. ഇന്ത്യയും ചൈനയുടെ മാർഗം ചിലതൊക്കെ മാതൃകയാക്കും. ചെറിയ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ കച്ചവടം വ്യാപിപ്പിക്കും. അവിടെ അവർ വിപണി കണ്ടെത്തും. പിന്നെ ഇന്ത്യ സ്വയമേവ ഇന്ത്യ തന്നെ ഒരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് തിരിച്ചടിയാണെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപ് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ
അല്ല സാർ, അത് ഇന്നത്തെ ഈ മാറിയ ലോകക്രമത്തിൽ അങ്ങനൊരു ഏകാധിപത്യ ഭരണം സാധ്യമാണോ? പരസ്പര ആശ്രയത്വത്തിലൂടെ അല്ലേ ഇനി കാര്യങ്ങൾ ആണ്. മുന്നോട്ട് പോകുന്നത്? പക്ഷേ ട്രംപിന് ആ. അല്പം അത്തരത്തിലുള്ള ഒരു ഹുങ്ക് ഉള്ളിലുണ്ട്. ആ. കാരണം താനൊരു കച്ചവട കാര്യങ്ങൾ ആ, അതെ. അറിയുന്ന വലിയ തന്ത്രജ്ഞനാണ്, കച്ചവട തന്ത്രം അറിയുന്ന ആളാണ് എന്നുള്ള രീതിയിൽ വ്യാപാരതന്ത്രം. പിന്നെ പൊതുവെ ഒന്നുള്ളത് അമേരിക്കയുടെ മുമ്പിൽ എപ്പോഴും എല്ലാവരും മുട്ടുമടക്കി നിൽക്കും ആ. എന്നൊക്കെയാണ് ധരിച്ചു വശായിട്ടുള്ളത്. ട്രംപിന്റെ ആദ്യ വരവിലൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടാകാം. അതിനുശേഷം ലോകം എത്ര മാറിപ്പോയി. അല്ല സാർ, പ്രത്യേകിച്ച് ഈ കോവിഡിന് മുമ്പും പിമ്പും നമ്മൾ എടുത്തു നോക്കിയാൽ, കോവിഡ് കഴിഞ്ഞപ്പോൾ പല രാജ്യങ്ങൾക്കും ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ഇന്നാരുടെ സഹായം ഇല്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം. അത് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെ ചിലർക്കില്ലേ? വീട്ടിലിരുന്നും ചില ബിസിനസ്സുകൾ ചെയ്യാൻ പഠിച്ചു, ഉൽപാദന ശേഷിയുള്ളവരാക്കി തീർത്തു. അതെ, ചില പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ തുടങ്ങി. അതെ, അതിലൂടെ കാരണം പ്രത്യേകിച്ചും ഭക്ഷ്യമേഖലയിൽ കുറെ കാലം അടച്ച് വീട്ടിലിരുന്നു. ആദ്യ കുറെ ദിവസം ഒരു രസകരമായിട്ട് തോന്നി, അവധിയൊക്കെ ആഘോഷിച്ചു. പിന്നീട് വിശപ്പിന്റെ വിളി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പല കാര്യങ്ങളിലേക്കും പുതിയ സംരംഭങ്ങളിലേക്ക് പോയി അവർ തിരിഞ്ഞു എന്നുള്ളതാണ്. അതെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പലതരത്തിൽ ടെക്നോളജി സൈഡിലായാലും മറ്റ് ചെറിയ ഈ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുള്ള പോലെ സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഇവിടെ എന്തിന് കളിപ്പാട്ടം നിർമ്മിക്കുന്നവർക്ക് പോലും വീട്ടിലിരുന്ന് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം ഈ അതിജീവന മാർഗം കണ്ടെത്തി, അതുപോലെ രാജ്യവും അതിജീവന മാർഗം കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ളതുപോലെ ബാക്കിയുള്ളവർ വന്നാൽ പോടാ എന്ന് പറഞ്ഞു വിടാനുള്ള ചങ്കൂറ്റവും ആയി എന്നുള്ളതാണ്. അതെ, അതുപോലെ തന്നെ സാർ, അമേരിക്കയിൽ മറ്റൊരു വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ട്രംപ് വന്നതിന് ശേഷം ഏതാണ്ട് 3200 വ്യാപാര നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈ 3200 വ്യാപാര നിയന്ത്രണങ്ങളും വലിയ തോതിൽ അമേരിക്കയെ പിന്നോട്ടടിച്ചു. അത് പറയുന്നത് എല്ലാ എല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാരം വേണമെന്നാണ്. അതായത് വ്യാപാര തുല്യത. അതെങ്ങനെയാ? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതിന്റെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രജ്ഞ, എനിക്ക് എന്റെ വീട്ടിലില്ലാത്ത സാധനം ഞാൻ വാങ്ങിച്ചാൽ പോരെ? അതെ, ഉള്ള സാധനം വാങ്ങാൻ പോണ്ട. പിന്നെ മറ്റൊന്ന്, ഈ നമ്മൾ സ്വർണം വാങ്ങുന്ന അതേ രീതിയിലല്ലല്ലോ നമ്മൾ അരി വാങ്ങാൻ പോകും. അതെ, അല്ലെങ്കിൽ സ്വർണ്ണക്കടയിലേക്ക് നമ്മൾ പോകുന്നത് പോലെ അല്ലല്ലോ നമ്മൾ പലവ്യഞ്ജന കടയിൽ പോകുന്നത്, അതുപോലെ അല്ലല്ലോ തുണിക്കടയിൽ പോകുന്നത്. ഈ ഒരു ചെറിയ ഈ ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മൾ ആകെ കൺഫ്യൂഷനായി പോകും. അതുപോലെ തന്നെ ഇപ്പോൾ 25 കോടി ജനങ്ങൾ താമസിക്കുന്ന പാകിസ്ഥാൻ, ആ പാകിസ്ഥാനോടും 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയോടും ഒരേ വ്യാപാര നയം സ്വീകരിക്കാൻ പറ്റുമോ? ഇത് രണ്ടും തമ്മിൽ ശരിയാകുമോ? പാകിസ്ഥാനോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയെ സ്വാധീനത്തിൽ എടുക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന അത്രയും പാകിസ്ഥാനോട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അല്ല, ഇത് ഈ വ്യാപാര ശക്തി എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ ഒരു വലിയൊരു ചാലക ശക്തി തന്നെയാണ്. അത് ട്രംപ് വിചാരിച്ചത് അത് തന്നിലൂടെ തൻ്റെ അടുക്കലേക്ക് തന്നെ ലോകം മുഴുവൻ വന്നു നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ ഒരു വലിയ ഇതിനകത്തുള്ള ഒരു മുന്നാക്കം അങ്ങോട്ട് ഇടിച്ച് കയറി അങ്ങ് പോകുന്നത് ട്രംപിനെയൊക്കെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. ഇപ്പൊ നോക്കിയേ, ഫിജിയുമായിട്ട് എന്ന രാജ്യമായിട്ടും ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു വലിയ ബന്ധം വളരെ വലുതാണ്. ഇതുപോലെ ചെറു രാജ്യങ്ങളെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങള്, ആഫ്രിക്കൻ രാജ്യങ്ങള്, ഏഷ്യയിലെ തന്നെ മറ്റു രാജ്യങ്ങള്, ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങള് ഒക്കെ ആയിട്ട് ഇന്ത്യ പുലർത്തുന്ന ഒരു വ്യാപാര ബന്ധമുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ചെറിയൊരു രാജ്യമായിരിക്കാം, പക്ഷെ അവരുമായിട്ട് നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർക്ക് നമ്മളോടും അതുപോലെ തന്നെ നമുക്ക് അവരോടുമുള്ള പരസ്പര ബന്ധം അത് ആഴത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു. ഇതൊന്നും ഈ ട്രംപിനോ അമേരിക്കയ്ക്കോ താല്പര്യമുള്ള കാര്യങ്ങളല്ല. ഇവിടെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ ട്രംപ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ജെഫ്രി സാക്സ് പറയുന്നത് ശരിയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് എന്താണോ അമേരിക്കയുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നതിൽ, അത് തിരിച്ചറിയുന്നതിൽ
അതിനെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതിലൊക്കെ ട്രംപിന് വീഴ്ച പറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മിക്കി മൗസുമായിട്ട് താരതമ്യം ചെയ്ത് ട്രംപിനെ കളിയാക്കുന്നത്. ഈ പല കാര്യങ്ങളിൽ അങ്ങ് ഓടി നടന്നങ്ങ് ഇടപെടുകയാണ്. ലോകത്തുള്ള യുദ്ധം മുഴുവൻ നിർത്താൻ ചാടി പുറപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നൊബേൽ സമ്മാനം വാങ്ങണ്ടേ, കച്ചവടത്തിന്റെ കരാറുകളെല്ലാം ഉറപ്പിക്കുന്നു. ഇന്ത്യയുടെ മേലെ അധിക ചുങ്കം ചുമത്തി ഇപ്പൊ നമ്മളെ അങ്ങ് തകർക്കാമെന്നുള്ള ഒരു ശ്രമം. അങ്ങനെ ആകെ കൂടെ അങ്ങ് അങ്ങ് വിരകി നടക്കുകയാണ് ട്രംപ്. അതാണ് ഈ ഇത്തരത്തിൽ ട്രംപ് വിചാരിച്ചത് ഇന്ത്യ അപേക്ഷയുമായിട്ട് ട്രംപിന്റെ ചെല്ലുമെന്നാണ് വിചാരിച്ചത്. അല്ല, അത് പഴയ ഇന്ത്യ അല്ലല്ലോ, മാറിപ്പോയില്ലേ. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇന്ത്യ ഒരു കാര്യം വ്യക്തമാണ്. അമേരിക്കയിൽ നിന്ന് തന്നെ ഈ നയത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങളും എതിർപ്പുകളും ഉയരുകയാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാ. ഇത് വലിയ രീതിയിൽ ഈ പ്രതിഷേധം, ഈ എതിർപ്പ് പ്രക്ഷോഭമായിട്ട് തെരുവിലേക്ക് വരാനുള്ള സമയം ഇനി എത്ര എടുക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. ട്രംപിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭം അമേരിക്കൻ ജനത തന്നെ ആരംഭിക്കുന്നത് നമുക്ക് അനധിവിദൂര ഭാവിയിൽ കാണാം. ട്രംപ് ഭരണത്തിൽ കയറിയിട്ട് 6-7 മാസം മാത്രം പിന്നിടുന്നതേ ഉള്ളൂ. ഇനിയും കിടക്കുകയാണ് നാളുകൾ. അതെ, അതെല്ലാം ഇപ്പോൾ വലിയ തിരിച്ചടിയിലേക്ക് 7 മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് ചില്ലറയല്ല. 7 മാസം കൊണ്ട് ഇത്രയും വെറുപ്പിച്ചെങ്കിൽ ഈ ആകെ 4 വർഷം ടോട്ടലുണ്ട്. അത് എന്തായി തീരും? 4 വർഷം കൊണ്ട് ട്രംപിനോടുള്ള ജനങ്ങളുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.